ഈ രാത്രികാലം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ഈ രാത്രികാലം മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രികാലം എനിക്ക് ഉയർത്തുവാൻ ഒരേ ഒരു നാമം മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. കാരണം ഞാൻ ഇവിടെ നിന്ന് നിൽക്കുവാൻ, ഇന്ന് ഞാനൊരു സന്തോഷത്തോടെ നിൽക്കുവാൻ, എന്റെ കുടുംബമായിരിക്കാൻ ഈ ഒരു നാമത്തിന്റെ ശക്തിയും ഈ നാമം എന്നെയും എന്റെ കുടുംബത്തെയും വിടുവിച്ചെടുത്തുകൊണ്ടാണ് ഇന്ന് സാക്ഷിയായി നിങ്ങളുടെ മധ്യത്തിൽ ഇവിടെ നിൽക്കാൻ ഇടയായത്. അല്ലെങ്കിൽ ഒരു ലോകത്തിൽ ഇന്ന് ഒരു നിരാശപ്പെട്ട ഒരു യുവാവായി ലോകത്തിൽ എവിടെയെങ്കിലും കറങ്ങി നടക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഈ യേശുവിന്റെ സ്നേഹം എന്നെ വിടുവിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം ആ നാമം മാത്രമേ എനിക്ക് ഉയർത്താനുള്ളത്. ആൽഫയും ഒമേഗയും ആദിയും അന്ത്യനും ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള യഹോവയുടെ നാമമായ യേശു കർത്താവിന്റെ നാമം മാത്രമാണ് ഈ ഇന്ന് രാത്രികാലം ഉയർത്തുന്നത്. അത് ഉയർത്തുമ്പോൾ ഒരു വലിയ ദൈവപ്രവൃത്തി ഇന്ന് രാത്രികാലം ഇവിടെ സംഭവിക്കും. എന്നെ പോലെ ആർക്കെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ലക്ഷ്യമില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തകർന്നു കിടക്കുവാണെങ്കിൽ ഈ യേശു ക്രിസ്തുവിന്റെ നാമം ഈ രാത്രികാലം നിങ്ങളെ വിടുവിപ്പാൻ വളരെ ശക്തിയുള്ളതാണ്. ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്താണ് ഇതുപോലൊരു രാത്രികാലത്ത് ഒരു സുവിശേഷ മഹായോഗത്തിൽ വെച്ച് യേശു എന്റെ ജീവിതത്തിലേക്ക് വരുവാനിടയായത്. അന്ന് മുതൽ എന്റെ ലൈഫ് ആകമാനമായി മാറി. ആ നിമിഷം മുതൽ ഈ രാത്രി വരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് എന്നെ ഇടവരുത്തി. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു, ഞാൻ വളർന്നു. പക്ഷെ യേശുവില്ലാതാണ് വളർന്നത്. കാരണം റിലീജിയസ് ആയിട്ടുള്ള എല്ലാം ചെയ്തുകൊണ്ട് ഞാൻ വളർന്നു വന്നു. പക്ഷെ നിങ്ങൾ ചിന്തിക്കും, വളരുമ്പോൾ ക്രിസ്തീയ കുടുംബത്തിൽ വളർന്നോട്ട് എന്തുകൊണ്ട് യേശുവില്ലാതെ വളർന്നു, റിലീജിയസ് ആയിട്ട് വളർന്നു. പക്ഷെ ഇതുപോലൊരു രാത്രികാലം യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച്, യേശുവിന്റെ കാൽവരി ക്രൂശിൽ അവസാന തുള്ളി രക്തം വരെ നിനക്ക് വേണ്ടി ചീന്തി ആ യേശുവിന് വേണ്ടി നിന്റെ ജീവിതം സമർപ്പിക്കാമോ എന്നുള്ള ഒരു സുവിശേഷ മഹായോഗത്തിൽ വെച്ച് എന്റെ ജീവിതം യേശുവിനാൽ പിടിക്കപ്പെടുവാനും ആ രാത്രി മുതൽ റിലീജിയസ് ലൈഫിന് അവസാനം വരുത്തിക്കൊണ്ട് ഒരു റിലേഷൻ യേശു ക്രിസ്തുമായിട്ടൊത്ത് എന്റെ കർത്താവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിലേക്ക് അന്ന് രാത്രികാലം മുഴുവൻ വരുവാനിടയായി. ഇന്ന് ഈ രാത്രികാലം ഇവിടെ എന്നെ കേൾക്കുന്ന ഈ ദേശത്തും ഈ സ്റ്റേജിലായിരിക്കുന്നു, ഇവിടെ ഈ ശബ്ദപരിധിക്കുള്ള എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ നാമം നിങ്ങളെ വിടുവിപ്പാൻ വളരെ ശക്തിയുള്ള നാമമാണ്. കാരണം വിശുദ്ധ ബൈബിൾ പറയുന്നു, ഏകദേശം 9 മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയി. അപ്പോൾ ഇരുണ്ടുപോയി, ദേവാലയത്തിലെ തിരശീല നടുവേ ചീന്തി യേശു ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു. അപ്പോൾ ആ നിമിഷം മുതൽ ഒരു റിലീജിയസ് ലൈഫിന് അവസാനം വരുത്തിക്കൊണ്ട് യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള പുതിയ നിയമത്തിൽ ആത്മാവിന്റെ പുതിയൊരു ബന്ധത്തിലേക്കുള്ള ഒരു പുതിയ നിയമം യേശു ക്രിസ്തു കാൽവരിയിൽ സ്ഥാപിക്കാൻ ഇടയായി. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം ഒരു യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചതുകൊണ്ട്, നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് അതിന് അവസാനം വന്നുകൊണ്ട് ഒരു പുതിയ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ഇടയാക്കും. ഇന്ന് ഈ രാത്രികാലം ഞാൻ വിശ്വാസത്തോടെ ആത്മാവിന്റെ അധികാരത്തോടെ പറയുന്നു, നിങ്ങളെ വിടുവിപ്പാൻ, നിങ്ങളുടെ കുടുംബം ഏതെങ്കിലും വിഷയത്തിലായിരിക്കുന്നോ ഈ യേശു ക്രിസ്തുവിന്റെ നാമം വിടുവിച്ചെടുക്കുവാൻ, ഏതെങ്കിലും ശാപത്തിലായിരിക്കുന്നോ, ഏതെങ്കിലും രോഗത്തിലായിരിക്കുന്നോ, അത് ഇന്ന് രാത്രികാലം നിങ്ങളെ വിടുവിക്കാൻ ശക്തിയുള്ളതാണ്. ഇന്ന് പ്രസംഗിക്കുന്നത് ഒരു വിവാഹത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. കാരണം യേശു സർവ്വലോകത്തിന്റെ രക്ഷിതാവാണ്. യേശു ജനിച്ച രാത്രിയിൽ കർത്താവിന്റെ ഒരു ദൂതൻ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു ഇങ്ങനെ പറഞ്ഞു, സർവ്വലോകത്തിനും വരുവാനുള്ള മഹാസന്തോഷമത്രേ ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നത്. നിങ്ങൾ ആട്ടിടയന്മാരെ, നിങ്ങൾ ഭയപ്പെടേണ്ട. ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയുന്നു, നമുക്ക് വേണ്ടി ഒരു രക്ഷകൻ 2000 വർഷങ്ങൾക്ക് മുമ്പേ അവൻ ജനിച്ചു. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം അതത്രേ ഇന്ന് സുവിശേഷിക്കാനുള്ളത്. അതൊരു വിവാഹത്തിന് വേണ്ടി മാത്രമല്ല, സർവ്വജനത്തിനുമുള്ള ഉണ്ടാവാനുള്ള മഹാസന്തോഷമത്രേ ഈ രാത്രികാലം സുവിശേഷിക്കുന്നത്. ദൈവത്തിന്റെ തിരുവചനം ഇങ്ങനെ പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തിരുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ. അതത്രേ ഞങ്ങൾക്ക് പറയാനുള്ള സുവിശേഷം. ഇന്ന് രാത്രികാലം ഇവിടെ എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, ഈ സുവിശേഷത്തിന്റെ ശക്തി അത്രേ എന്നെ രക്ഷിച്ചത്, എന്റെ കുടുംബത്തെ രക്ഷിച്ചത്, എന്നെ വിടുവിച്ചെടുത്ത് ഈ നിമിഷം വരെ എന്നെ ജയത്തോടെ നിർത്തിയ ഈ നാമത്തെ അത്രേ ഈ പകൽക്കാലം വിളിക്കുന്നത്. സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ നിങ്ങളുടെ കുടുംബജീവിതമായിരിക്കുന്നോ? വ്യക്തിപരമായി ഇവിടുന്ന് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചതാൽ ചിലരുടെ കുടുംബ ജീവിതത്തിന്റെ അകത്ത് ഒരു സന്തോഷമില്ലാതിരിക്കുന്നു. ഈ രാത്രികാലം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ യേശുവിനെ നിങ്ങൾ വിശ്വസിച്ച സർവ്വജനത്തിലും മഹാസന്തോഷം, മഹാസന്തോഷം ദൈവത്തിന്റെ ആത്മാവ് ചെയ്യാൻ ഇടയാക്കും. ഇവിടെ നിന്നപ്പോൾ പരിശുദ്ധ ആത്മാവ് അകത്ത് വ്യക്തിപരമായി
സംസാരിച്ചുകൊണ്ടാണ് പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളുടെ കുടുംബ ജീവിതങ്ങൾ തകർന്നു കിടക്കുകയാണ്, ഒരു മനസ്സമാധാനമില്ല. പക്ഷെ ഈ യേശുവിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മഹാ സന്തോഷം കൊണ്ടുവരുവാൻ, ഈ ഭൂമിയിൽ സ്വർഗമായ ഒരു കുടുംബ ജീവിതം പണിതെടുക്കുവാൻ ഈ യേശുവിന് കഴിയും. ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് അത്ഭുത ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഇടയാക്കും. ഇന്ന് തുറന്ന് കേൾക്കാൻ പോകുന്ന ദൈവത്തിന്റെ വചനം അത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമാണ്. 2 തിമോഥെയോസ് 2:9 വിശുദ്ധ ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ വചനത്തിന് ബന്ധനമില്ല. എങ്കിൽ ഇന്ന് പകൽക്കാലം, ഈ രാത്രികാലം ഞാൻ വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തുവിന്റെ വചനത്തിന് ബന്ധനമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ വചനം എവിടെ പ്രസംഗിച്ചിട്ടുണ്ടോ വചനത്തിന് ബന്ധനമില്ലായിരിക്കും. പക്ഷെ ചില ബന്ധനങ്ങളെ ഈ വചനത്തിന്റെ ശക്തി അഴിച്ചു മാറ്റി ചില ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്തെടുക്കുവാൻ പരിശുദ്ധ ആത്മാവിനെ ഇടവെച്ചു. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു. ഇവിടെ നാളുകളായി കൺവെൻഷൻ കൂടുന്നു, ഇവിടെ ചില വ്യക്തി ജീവിതം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഇവിടെ കഴിഞ്ഞ നാളുകളായി മുഴുകിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് ചില പ്രവൃത്തി ചെയ്യണം. ദൈവം ആഗ്രഹിക്കുന്ന ആത്മാവിന്റെ തലങ്ങളിലേക്ക് ഈ വചന ശുശ്രൂഷ കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില ജീവിതങ്ങൾ ഇതിനകത്തുണ്ട്. ഇന്ന് ഞാൻ ഈ രാത്രികാലം ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ ഇവിടെ പ്രസംഗിക്കുന്ന, ഇവിടെ പ്രഘോഷിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ ഈ രാത്രികാലം മുതൽ ചില ബന്ധനങ്ങളെ അഴിച്ചു മാറ്റി ഇവിടെ ഇരിക്കുന്ന ജനങ്ങൾ പലരും ആത്മീയമായി വളരണമെന്നും ദേശം സുവിശേഷത്താൽ പിടിക്കപ്പെടണമെന്നും യേശുവിന്റെ സ്നേഹത്താൽ അറിയണമെന്നും ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ കുറച്ച് നാളുകളായി ഇവിടെ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനം ഒരു ലിമിറ്റഡ് നിൽക്കുകയാണ്. പക്ഷെ ഈ രാത്രികാലം ഞാൻ ആത്മാവിന്റെ അധികാരത്തോടെ ദൈവം എന്നെ മേത്തുന്ന അഭിഷേകത്തിന്റെ ശക്തിയോടെ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഭാരത നിമിഷത്തിൽ പ്രവചന ആത്മാവിൽ പ്രസംഗിക്കുകയാണ്, ഈ ദൈവത്തിന്റെ വചനത്തിന് ബന്ധനമില്ല. ഇന്ന് രാത്രികാലം ഇവിടെ പ്രസംഗിക്കുന്ന ദൈവവചനം ഈ രാത്രികാലം മുതൽ ചില ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ വചനത്തിന് ബന്ധനമില്ല. ചില ബന്ധനങ്ങളെ അഴിച്ചു മാറ്റിയെടുത്ത് ഈ ദേശത്തിന് മേൽ ഇവിടെ അനേക ജീവിതങ്ങൾ യേശുവിന് വേണ്ടി നിൽക്കുവാൻ, ആത്മാവിന്റെ സത്യം പറയുവാൻ, ദൈവവചനത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ചില ശക്തികളെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ചില കുടുംബത്തിനകത്ത് നാളുകളായി സ്വസ്ഥതയില്ലാത്ത, നാളുകളായി ഒരു വല്ലാത്ത ഒരു കുരുക്കിൽ കിടക്കുന്ന ചില ജീവിതങ്ങളെ വിടുവിച്ചെടുക്കാൻ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നു. ഇത് ഒരു വ്യക്തിക്കുള്ള സുവിശേഷമല്ല, സർവ്വജനത്തിലുള്ള മഹാ ഒരു പാപപരിഹാരമായ യേശുവിന്റെ സുവിശേഷമത്തെ ഇന്ന് രാത്രികാലം ഞാൻ പ്രസംഗിക്കുന്നത്. അത് നിങ്ങൾ ഇന്ന് വിശ്വസിച്ചാൽ ഒരു ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഇന്ന് രാത്രികാലം നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായി വെളിപ്പെടും. കാരണം ഞാൻ ഇത് ചുമ്മാ നിന്ന് പറയുകയല്ല, അനുഭവിച്ചിട്ട് വ്യക്തിപരമായ ജീവിതത്തിൽ വിടുതലും ദൈവപ്രവൃത്തി കണ്ടിട്ട് എന്റെ അനുഭവത്തിൽ നിന്നും ഒരു സാക്ഷ്യമായിട്ടാണ് ഈ രാത്രികാലം പറയുന്നത്. ഞാൻ ഉറപ്പായി പറയുകയാണ്, ഇവിടെ ചിലർ ഇന്ന് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവിടെ നാളുകളായി ഒരു മാറ്റമില്ലാത്തൊരു സംഭവമുണ്ട്. പക്ഷെ ഇന്ന് അഭിഷേകത്തിന്റെ ആത്മാവിന്റെ തീ ഇറങ്ങുമ്പോൾ അതിന്റെ കെട്ടുകളെ പരിശുദ്ധ ആത്മാവ് പൊട്ടിച്ചു മാറ്റി ഒരു ദൈവത്തിന്റെ വചനം പറക്കാതെ അതിനെ തടസ്സം ചെയ്തിരിക്കുന്ന ചില ആത്മതലങ്ങളുണ്ട്. ഈ ഇന്ന് പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് അത് ബന്ധനമില്ല. ആ തടസ്സങ്ങളെ പൊട്ടിച്ചു മാറ്റി യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ശക്തി, കാൽവരി ചൊരിഞ്ഞ രക്തത്തിന്റെ ശക്തി ഇവിടെ ചിലരെ വിടുവിക്കാൻ പോവുകയാണ്. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ഇന്നത്തെ വചന പ്രഘോഷണത്തിന്റെ ആധാരമായി നമുക്ക് വായിക്കാം യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 9-ാം വാക്യവും 10-ാം വാക്യവും. Gospel according to John chapter 10 verse 9 and 10. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 9-ഉം 10-ഉം വാക്യം. ഞാൻ വാതിലാകുന്നു, ആമേൻ. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. യേശു പറഞ്ഞു 9-ാം വാക്യം, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കിടക്കുന്നവൻ രക്ഷിക്കപ്പെടും. അതിന്റെ 10-ാം വാക്യം, മോഷ്ടിപ്പാനും അറുപ്പാനും ആമേൻ അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളം വരുന്നില്ല. ഇന്ന് രാത്രികാലം ഈ കള്ളൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് യേശു ക്രിസ്തു സ്വന്തം വാമൊഴിയാൽ പറഞ്ഞതാണ്, മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. പിശാച് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ, ഒരു കുടുംബത്തിൽ വന്നാൽ, മോഷ്ടിച്ച് അറത്ത് മുടിച്ച് ആ വ്യക്തിയെ ഈ ലോകത്തിൽ നിന്നും വല്ലാത്ത രീതിയിൽ മാറ്റപ്പെടുത്തുകയാണ് പിശാചിന്റെ ഉദ്ദേശം. പക്ഷെ അതിന്റെ 10-ാം വാക്യം അവസാനം, ഞാൻ വന്നത് ജീവൻ നൽകുവാനും
അത് സമൃദ്ധിയായിട്ട് നൽകാനത്രേ. ഈ രാത്രികാലം ഞാൻ വിളിച്ചു പറയുന്നു, പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ അറക്ക് മോഷ്ടിച്ച് മുടിച്ചിരിക്കുന്ന ലൈഫാണോ? പക്ഷെ യേശുവിന്റെ സുവിശേഷത്തിന്റെ ശക്തിയാൽ ഇവിടെ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് അതിനെ മാറ്റി എഴുതി നിങ്ങളുടെ ഒരു സമൃദ്ധിയായ ജീവനിലേക്ക് നിങ്ങളെ നയിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ ഇടവരുത്തും. അതിനാധാരമായ ഒരു വാക്യം നമ്മൾ വായിക്കാം. പിശാച് അറുത്ത, പിശാച് മുടിച്ച, തകർത്ത ഒരു വ്യക്തി ജീവിതത്തിന്റെ അനുഭവം വിശുദ്ധ ബൈബിളിൽ ഇതിനെ കുറിച്ചിട്ടുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 25 മുതൽ 29 വരെ വായിച്ചാൽ. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. രക്തസ്രാവമുള്ളവളായ പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്നു അവന്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു. ബാധ മാറി താൻ സ്വസ്ഥയായി എന്നവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞ് എന്റെ വസ്ത്രം തൊട്ടതാർ എന്ന് ചോദിച്ചു. ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തിക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടതാർ എന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവനോ അത് ചെയ്തവളെ കാണാൻ ചുറ്റും നോക്കി. സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ടുവന്നു അവന്റെ മുൻപിൽ വീണു വസ്തുതയൊക്കെയും അവരോട് പറഞ്ഞു. നമ്മൾ വളരെ കേട്ടിട്ടുള്ള ഒരു സംഭവ കഥയാണ്. 12 സംവത്സരമായി രക്തസ്രാവം പഠിച്ച ഒരു സ്ത്രീ. അടുത്ത ആദ്യത്തെ വാക്യം 25 ഒന്ന് വായിക്കണമേ. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറി ഒന്ന് സഹിച്ച്. ഒന്ന് നിർത്തണേ. പല വൈദ്യന്മാരായി ഏറി ഒന്ന് സഹിച്ച്. അടുത്ത വാക്യം. തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ. ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശ, അതായത് പിശാച് അറുത്ത് മുടിച്ച് നശിപ്പിച്ച ഒരു വ്യക്തിയുടെ ചരിത്രമാണ് ഈ ഒരു കഥയാണ് ഈ ബൈബിൾ കൂടെ പറയുന്നത്. അതായത് ഒരു രക്തസ്രാവ രോഗം മാറാനായിട്ട് അനേക വൈദ്യന്മാരായി അനേക നാളുകളായി ചികിത്സിച്ചിട്ട് തനിക്കുള്ളതെല്ലാം വെച്ച് ചികിത്സിച്ചിട്ട് ഒട്ടും ഭേദം വരാതെ തീരെ പരവശയായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ചരിത്രമാണ് ഈ ബൈബിളിൽ. ഇന്ന് രാത്രികാലം ഇവിടെ ഇരിക്കുന്ന അനേകർ വ്യക്തി ജീവിതത്തിൽ ആരുടെങ്കിലും ജീവിതത്തിൽ ഇതുപോലെ അനേകം നാളുകളായി ജീവിതത്തിൽ ഒരു വ്യത്യാസം വരാതെ ഇരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു. അതിന് 27-ാമത്തെ വാക്യം. ആ സ്ത്രീ യേശുവിനെ കുറിച്ചുള്ള ഒരു വർത്തമാനം കേട്ടു. ഈ രാത്രികാലം ഇവിടെ കേൾക്കുന്നത് യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ട് പുരുഷാരത്തിന്റെ ഇടയിൽ കൂടി തിക്കി യേശുവിനെ തൊട്ടപ്പോ ആ ദൈവത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവിടെ രോഗം സൗഖ്യമായി ബാധ ഒഴിഞ്ഞ് അവൾ സ്വസ്ഥമാക്കി. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പിശാച് വരുന്നത് അറപ്പാനും മുടിപ്പാനും നശിപ്പാനും വരുന്നെങ്കിൽ ഞാൻ വരുന്നത് ജീവൻ ഉണ്ടാവാനും അത് സമൃദ്ധി ഉണ്ടാവാനുമാണ്. ആ സഹോദരിയുടെ ജീവിതത്തിൽ പിശാച് അറുത്ത് മുടിച്ച് നാളുകളായി രോഗത്തിന് സൗഖ്യമില്ലാതിരുന്നപ്പോൾ, പക്ഷേ യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടപ്പോൾ, യേശുവിനെ കുറിച്ച് ശ്രുതി കേട്ടപ്പോൾ, അതിനുവേണ്ടി സ്റ്റെപ്പ് വെച്ചപ്പോൾ, യേശുവിനെ തൊട്ടപ്പോൾ അവരുടെ നാളുകളായി ഒരു വൈദ്യന്മാർക്ക് പോലും മാറ്റാൻ പറ്റാത്ത, ഒരു സമൂഹത്തിന് മാറ്റാൻ പറ്റാത്ത ആ രോഗം യേശു സൗഖ്യമാക്കി. അവൾ ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമുള്ളവരായി. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവ് നിങ്ങളെ നോക്കി, നിങ്ങളുടെ കുടുംബങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ അനേകം നിങ്ങൾ ഇരിക്കുമ്പോഴും പക്ഷെ നിങ്ങളുടെ അകത്ത് ഇപ്പോഴും ഒരു സ്വസ്ഥതയില്ലാതെ ശൂന്യമായി ഇരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനാൽ എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ വ്യക്തിപരമായി അറിയാം. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഈ യേശുവിനെ നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ, ഇവിടെ കേൾക്കുന്ന യേശുവിന്റെ ശ്രുതിയെ ഒന്ന് നിങ്ങൾ കേട്ടാൽ, അതനുസരിച്ച് നിങ്ങൾ സ്റ്റെപ്പ് വെച്ച് യേശുവിനെ വിശ്വസിച്ചാൽ, യേശുവിനെ വിശ്വാസത്താൽ തൊട്ടാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അസ്വസ്ഥതയ്ക്ക് മാറ്റം വരുത്തി ഒരു സ്വസ്ഥത കൽപ്പിക്കുവാൻ പിശാച് അറുത്ത് പിശാച് മുടിച്ചതിനെ മാറ്റി എഴുതി ഒരു ജീവനിലേക്ക്, സമൃദ്ധിയായ ജീവനിലേക്ക് നിങ്ങളെ നയിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയും. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയോ? അവസാനം ഞാൻ പ്രാർത്ഥിക്കാൻ കാത്തിരിക്കരുത്. ഒരു ദൈവത്തിന്റെ ആത്മാവിന്റെ ചലനം ഞാൻ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മേൽ ഏതെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തകർക്കപ്പെട്ട ജീവിതമുണ്ടോ? നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, ഞാൻ ആദ്യം പറഞ്ഞ കുടുംബ ജീവിതത്തിൽ എവിടെയെങ്കിലും പിശാച് സാമ്പത്തിക മേഖലകളിൽ ശാപത്താൽ നിങ്ങളുടെ കുടുംബത്തെ തകർത്തിട്ടുണ്ടോ? അറുത്ത് മുടിച്ചിട്ടുണ്ടോ? ഇന്നലെയും ഇന്നും വരും ദിവസങ്ങളിൽ കേൾക്കുന്ന യേശുവിന്റെ സുവിശേഷത്തെ കുറിച്ച് നിങ്ങൾ ശക്തമായി കേൾക്കുമ്പോൾ, ആ ജീവിതത്തിന് വേണ്ടി നിങ്ങളെ വർത്തമാനം കേട്ട് നിങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ ഒരു യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ഒരു അത്ഭുത വിടുതലേക്ക്, സമൃദ്ധിയായ ജീവനിലേക്ക് നിങ്ങളെ നയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുത്തും. നമ്മൾ ആദ്യം വായിച്ച വാക്യം ഒന്നുകൂടെ വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ അതിന് 9-ാം വാക്യം. ആമേൻ. ഈ യേശു വിളിച്ചു പറയുന്നു, ഞാൻ വാതിലാകുന്നു.
എന്നിലൂടെ കടക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ഈ ശബ്ദപരിധിക്കുള്ളിൽ, ഈ പരിസര പ്രദേശത്തായി എന്നെ കേൾക്കുന്നു, നിങ്ങളെ ഞാൻ ഒന്ന് വിളിച്ചു പറയുന്നു, ഒരേ ഒരു വാതിൽ മാത്രമേ ഉള്ളൂ. യേശു നിന്ന് വിളിച്ചു പറയുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിൽ കൂടി കടക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഈ രാത്രികാലം എനിക്ക് വിളിച്ചു പറയാനുള്ളൂ, ഈ നാമമാണ്, യേശുവിന്റെ നാമമാണ് എന്നെ രക്ഷിച്ചത്. ഈ എന്നെ രക്ഷിച്ച, എന്നെ വിടിവിച്ച, എന്നെ സൗഖ്യമാക്കിയ, എനിക്ക് സമാധാനം തന്ന, ലക്ഷ്യബോധം തന്ന ഈ യേശുവിനെ ഞാനും വിളിച്ചു പറയുന്നു. അവൻ തന്നെ വാതിൽ, വേറൊരു വാതിലുമില്ല. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ തന്നെ, 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്ക് വരുവാൻ സാധിക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം ഞാൻ വിളിച്ചു പറയുന്നു, യേശു അല്ലാതെ വേറൊരു മാർഗമില്ല, യേശു അല്ലാതെ വേറൊരു വഴിയില്ല. ആ വാതിൽ കൂടെ നിങ്ങൾ കടന്നാൽ അത് നിങ്ങൾ രക്ഷ പ്രാപിക്കാൻ ഇടയാക്കും. അതെന്തുകൊണ്ട് നമ്മൾ എല്ലാവരും ചിന്തിക്കും, യേശുവിന്റെ നാമത്തിന് മാത്രമേ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ, യേശുവിന്റെ നാമം വായിലൂടെ മാത്രം ഇറങ്ങിയാൽ മാത്രമേ, യേശുവിനെ അനുസരിച്ച് യേശുവിന്റെ വാക്കുകേട്ട് നടന്നാൽ മാത്രമേ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകത്തുള്ളൂ, നിത്യരാജ്യത്തിന് അവകാശിയാകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ കാരണം ഈ യേശു മാത്രമേ ഉള്ളൂ നമുക്ക് വേണ്ടി മരിച്ചത്. നമുക്കൊരു വാക്യം വായിക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ഹീബ്രൂസ് ചാപ്റ്റർ 9 വേഴ്സ് 11 and 12. ആമേൻ. ഒരു മിനിറ്റ്. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് അടുത്ത വാക്യം. ആമേൻ. ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകുറ്റന്മാരെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. അത്രയും മതി. യേശുവോ വരുവാനുള്ള നന്മയുടെ മഹാപുരോഹിതനായി വന്നിട്ട് ആറ്റുകൊറ്റന്മാരുടെ പശുക്കിടാങ്ങളുടെ രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. പിതാവിന്റെ സന്നിധിയിലേക്ക് വന്ന് എന്നേക്കുമായിട്ടുള്ള വീണ്ടെടുപ്പ് വില കൊടുത്തു. അപ്പോൾ ഈ നാമം മാത്രമേ നമുക്ക് വേണ്ടി മരിച്ചിട്ടുള്ളൂ. ആറ്റുകൊറ്റന്മാരുടെയോ പശുക്കിടാങ്ങളുടെയോ ഏതെങ്കിലും യാഗവസ്തുവിന്റെയോ രക്തമല്ല, സ്വന്തം രക്തത്താലാണ് നമ്മൾ വീണ്ടെടുത്തത്. സ്വന്തം രക്തം കാൽവരിയിൽ നമുക്ക് വേണ്ടി ചീന്തി പിതാവിന്റെ സന്നിധിയിലേക്ക് ചെന്ന് എന്നേക്കുമായിട്ടുള്ള ഒരു വീണ്ടെടുപ്പ് വില കൊടുത്ത് നമ്മളെ രക്ഷിച്ച നാമമാണ്. ഈ രാത്രിക്കാലം ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തുവാൻ വേറൊരു നാമമോ വേറൊരു മാർഗവും ഇല്ല. ഒരിക്കലായിട്ട് എന്നേക്കുമായിട്ട് ഇനി ഒരു യാഗമോ ഇനി ഒരു പ്രവൃത്തിയോ ശേഷിക്കുന്നില്ല. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, യേശു ഒരിക്കലായിട്ട് എന്നേക്കുമായിട്ട് നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചു. ആ രക്തം നമുക്ക് ചിന്തിയതുകൊണ്ട് ഈ രാത്രികാലവും നമുക്ക് രക്ഷയുണ്ട്. അതാണ് പറയുന്നത്, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ആ യേശു നമുക്ക് വേണ്ടി യാഗമായതുകൊണ്ട് ആ ക്രൂശിലൂടെ കടന്നാൽ നമുക്ക് രക്ഷ പ്രാപിപ്പാൻ ഇടയാക്കും. ഈ രാത്രികാലം ദൈവത്തിന്റെ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു, ബൈബിൾ പറയുന്നു മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന്റെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. കാരണം ആ നാമമാണ് നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായത്, നമ്മുടെ രക്ഷയ്ക്കായി രക്തത്തെ ചീന്തിയത്. ഈ രാത്രികാലം ഞാൻ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തിനും മറ്റൊരു നാമത്തിലും ഒരു രക്ഷയില്ല. വേറൊരു നാമവും നമ്മളെ രക്ഷിക്കത്തില്ല. ഈ ഒരേ ഒരു നാമം, യേശു കർത്താവിന്റെ നാമം, നമുക്ക് വേണ്ടി യാഗമായ യേശു കർത്താവിന്റെ നാമം മാത്രമേ നമ്മളെ രക്ഷിച്ച് നിത്യരാജ്യത്തിലേക്ക് അവകാശിയാക്കാൻ സാധിക്കത്തുള്ളൂ. ഈ രാത്രികാലം നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി നിങ്ങളെ രക്ഷയിലേക്ക് നയിക്കുവാൻ, നിങ്ങളെ വിടിവിപ്പിച്ചെടുക്കുവാൻ തുടർന്നുള്ള നിമിഷങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ ശക്തിയും ദൈവത്തിന്റെ അത്ഭുത വിടുതൽ തന്നെ ഈ നിമിഷങ്ങളിൽ നടക്കാൻ പോവുകയാണ്. ഈ രാത്രികാലം ഞാൻ വിളിച്ചു പറയുന്നു, ഒരേ ഒരു വാതിൽ മാത്രമേ ഉള്ളൂ. ആ യേശു ക്രിസ്തു എന്ന വാതിലൂടെ കടന്നാൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും. രക്ഷ പ്രാപിക്കുക മാത്രമല്ല, നാളുകളായി പിശാച് അറുത്ത്, പിശാച് മുടിച്ച്, പിശാച് തകർത്തിട്ടതിനെ യേശു സൗഖ്യമാക്കി. ആ വാതിൽ കൂടെ നിങ്ങൾ അപ്പുറത്ത് കടന്നാൽ നിങ്ങളെ മേൽത്തരമായ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് ഈ നല്ല ഇടയനായ യേശു വലങ്കര ഭരിച്ച് നിങ്ങളെ നടത്തി ജീവനുള്ള സമൃദ്ധിയായിട്ടുള്ള ജീവനിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഈ യേശു ഇടയാക്കും. ഈ രാത്രികാലം വിളിച്ചു പറയുന്നു, ഇവിടെ നമ്മൾ നേരത്തെ കേട്ട ആ കഥയിൽ നിന്നും അവൾ യേശുവിനെ കുറിച്ചുള്ള ഒരു വാക്ക് കേട്ടപ്പോ അതിനുവേണ്ടി പുറപ്പെട്ടു. ഈ രാത്രികാലം വിളിച്ചു പറയുന്നു, ഇവിടെ അനേക നാളുകളായി ദൈവത്തിന്റെ വചനം കേൾക്കുന്നു, ദൈവത്തിന്റെ സുവിശേഷം ഈ ദേശത്ത് ഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മേൽ ഒരു കാഴ്ചപ്പാട് കൊടുത്ത് വർഷങ്ങളായി ഇവിടെ ദൈവത്തിന്റെ വചനം ഇറങ്ങുന്നു. പക്ഷേ ചില മാറ്റങ്ങൾ ഇനിയും ഇവിടെ സംഭവിക്കേണ്ടതിരിക്കുന്നു. അനേകർ ഈ രക്ഷയിലേക്ക്, അനേകർ ഈ യേശുവിനെ അറിയേണ്ടിയിരിക്കുന്നു. ഈ രാത്രികാലം അതിന് തടസ്സമായി യാതൊന്നും നിൽക്കരുത്. ഈ
നമ്മൾ പഴയ നിയമത്തിൽ വായിച്ചു നോക്കുമ്പോൾ രക്തസ്രാവമുള്ള സ്ത്രീകൾക്ക് അവിടെ സമൂഹത്തിൽ പബ്ലിക്കായിട്ട് വരാനോ പുരുഷാരത്തിനിടയ്ക്ക് നിൽക്കാനോ ഒന്നും അനുവാദമില്ല. ശുദ്ധീകരണ നിയമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കേട്ട ആ സ്ത്രീ യേശുവിനെ കുറിച്ച് വാക്ക് കേട്ടപ്പോൾ 28-ാം വാക്യം ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, പുരുഷാരത്തിന്റെ പുറകിൽ കൂടി മാറി യേശുവിനെ തൊട്ടു. ഈ രാത്രികാലം ഞാൻ വിളിച്ചു പറയുന്നു, അനേക പരിമിതികൾ, അനേക തടസ്സങ്ങൾ യേശുവിനെ അറിയാൻ ഇടയാക്കും. അവൾ യേശുവിനെ കുറിച്ച് ഒരു വാക്ക് കേട്ട് മുന്നോട്ട് പുറപ്പെട്ടപ്പോൾ അവൾ നാളുകളായി അവളുടെ ജീവിതത്തിൽ കഴിയാത്തത്, വൈദ്യന്മാർക്ക് ലോകത്ത് കഴിയാത്തത്, ചെയ്തു കൊടുക്കാൻ സാധിക്കാത്തത് യേശു ഒറ്റ നിമിഷം കൊണ്ട് ശക്തി പുറപ്പെട്ട് അവരുടെ ജീവിതത്തിൽ ഇടയാക്കി. നിങ്ങളെ കേൾക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ അതിലേക്ക് സ്റ്റെപ്പ് വെക്കാതെ, വചനത്തിന് വേണ്ടി മുന്നോട്ട് ഇറങ്ങാതെ തടസ്സപ്പെടുന്ന അനേക മണ്ഡലങ്ങളുണ്ട്. പക്ഷെ അത് ഇന്ന് രാത്രികാലം അതിൽ നിന്ന് മാറ്റപ്പെട്ടാൽ യേശുവിന്റെ വലിയൊരു വിടുതലേക്ക് നിങ്ങൾ ഇടയാക്കും. കാരണം വിശുദ്ധ ബൈബിൾ പറയുന്നു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയാവുന്നു. ഇവിടെ പ്രസംഗിക്കുന്ന ക്രൂശിന്റെ വചനം അത് നമ്മൾ നശിച്ചു വേണ്ടാന്ന് വെച്ചാൽ അത് ഒന്നും നിങ്ങളെ രക്ഷിക്കത്തില്ല. പക്ഷെ വിശ്വസിക്കുന്ന നമുക്കത് ദൈവശക്തിയായി മാറും. ആ സ്ത്രീ, രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിനെ കുറിച്ചുള്ള വാർത്ത കേട്ടപ്പോൾ അത് അവൾ വിശ്വാസത്തോടെ ആ വാർത്തയ്ക്ക് വിശ്വാസത്തോടെ യേശുവിനെ തൊട്ടപ്പോൾ ശക്തി പുറപ്പെട്ട് അവളെ സൗഖ്യമാക്കി. ഈ രാത്രികാലം ഞാൻ വിളിച്ചു പറയുന്നു, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെടണമെങ്കിൽ വിശ്വാസത്തോടെ അവനെ തൊടണം. അതിന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യാതൊരു തടസ്സം ഉണ്ടാകരുത്. ലോകവും നമ്മുടെ ചുറ്റുപാടുകളും യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ, യേശുവിന് വേണ്ടി നിൽക്കുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. ഒന്നുമില്ലാതെ ചുമ്മാ കറങ്ങി നടന്നപ്പോൾ ആർക്കും ഒരു കുഴപ്പമില്ല. യേശുവിന് വേണ്ടി നിന്നപ്പോൾ, ബൈബിൾ എടുത്തപ്പോൾ, ദൈവനാമത്തെ ഉയർത്തിയപ്പോൾ അപ്പോൾ ചോദിക്കുന്നു അവർക്ക് അവർ തടസ്സം. ഞാൻ ലോകത്ത് നശിച്ചു പോയാൽ ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഇങ്ങനെ നടന്നപ്പോൾ ആരും ചോദിക്കാനും പറയാനുമില്ല. പക്ഷെ യേശുവിന് വേണ്ടി നിന്നപ്പോൾ ദൈവത്തിൽ യേശു വിടുവിച്ച അത്ഭുതങ്ങൾ വെച്ച് പറയാൻ തുടങ്ങിയപ്പോൾ, വചനം ഘോഷിക്കാൻ തുടങ്ങിയപ്പോൾ അനേകർക്ക് ബുദ്ധിമുട്ട്. ഇന്നും അതുപോലെയാണ്. എങ്ങനെ നടന്നാലും ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ യേശുവിന് വേണ്ടി നിൽക്കുമ്പോൾ, സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, യേശുവിന്റെ സ്നേഹത്തെ പ്രഘോഷിക്കുമ്പോൾ അനേകർക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ സ്ത്രീ ചെയ്തത് അതൊന്നും ചിന്തിച്ചില്ല. അനേക തടസ്സങ്ങൾ ഉണ്ടായിട്ടും ഈ രക്തസ്രാവ സ്ത്രീ പുറയിൽ കൂടി തള്ളി അനേക പുരുഷാരുണ്ടായിട്ടും യേശുവിനെ തൊട്ടു. രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാണ്. യേശുവിൽ നിന്നൊരു ശക്തി പുറപ്പെട്ട് അവളെ സൗഖ്യമാക്കാൻ ഇടയാക്കി. ഈ രാത്രികാലം നിങ്ങളെ വിളിച്ചു പറയുന്നു, നമ്മുടെ ചിന്താഗതികളോ പിശാചോ ലോകങ്ങളോ നമ്മുടെ റിലീജിയസ് മണ്ഡലങ്ങളോ യേശുവിന് വേണ്ടിയും യേശുവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന തടസ്സമെങ്കിൽ അത് ഒരിക്കലും തടസ്സമായി തീരരുത്. കാരണം ഈ വചനം ഒന്നുകൂടെ വായിച്ചാട്ടെ. വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നു, അവന്റെ കൽപ്പനകളെ അനുസരിക്കുന്നല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അടുത്ത വാക്യം, അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയുന്നു, ഈ നാളിലൂടെ കേൾക്കുന്ന യേശുവിന്റെ സുവിശേഷം, ദൈവത്തിന്റെ വചനത്തിന്റെ പ്രഘോഷണം കേൾക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഭാരമുള്ളതല്ല. ദൈവവചനത്തിന്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിച്ചാൽ മാത്രമേ ദൈവത്തോടുള്ള സ്നേഹത്തേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ ഇടയാക്കത്തുള്ളൂ. ഈ രാത്രികാലം ഞാൻ വിളിച്ചു പറയുന്നു, ഒരേ ഒരു വാതിൽ മാത്രമേ ഉള്ളൂ. വേറെ ഒറ്റ ഒരുത്തിനും രക്ഷയില്ല. ഈ യേശു ക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളൂ. ഈ രാത്രികാലം എല്ലാവരും കണ്ണുകളടച്ചാട്ടെ. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആത്മാവിന്റെ വലിയൊരു പ്രവൃത്തി ഈ നിമിഷം കൂടെ സംഭവിക്കാൻ പോവുകയാണ്. പരിശുദ്ധ ആത്മാവിന്റെ വലിയ ചലനങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിക്കാൻ പോവുകയാണ്. ചില കുടുംബങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് തൊടാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ മനസ്സിലാക്കുന്നു, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന അത്രേ അവനോടുള്ള സ്നേഹം. ആ സ്ത്രീ ഒരു വാക്ക് കേട്ടപ്പോൾ ആ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവളായി, ഉപേക്ഷിക്കപ്പെട്ടവളായി അവർക്ക് മുന്നോട്ട് കടന്നു വരുവാൻ അനേക തടസ്സങ്ങൾ ഉണ്ടായോ. അതിനെല്ലാം മാറ്റി വിശ്വാസത്തോടെ യേശുവിനെ തൊട്ടപ്പോൾ ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു. ഈ രാത്രികാലം ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി, ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി നിൽക്കാൻ സാധിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. മത്തായി സുവിശേഷം 28-ാം അധ്യായം 18 മുതലും മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16 മുതലും യേശുവിന്റെ കൽപ്പനകൾ എന്തെന്നും യേശുവിന്റെ ദൈവത്തിന്റെ പ്രവൃത്തി എന്തെന്നും യേശുവിനെ നിൽക്കുന്നതെന്നും നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഈ രാത്രികാലം ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി ഈ രാത്രികാലം വെളിപ്പെടാമാണ്. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. ഈ നിമിഷം ദൈവത്തിന്റെ വലിയ ചലനം ഈ നിമിഷം സംഭവിക്കാണ്. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷ പ്രാപിക്കും. പിശാചാരപ്പാനും മുടിപ്പാനും നശിപ്പാനും അത്രേ വരുന്നത്. ഞാൻ വരുന്നതോ, യേശു വരുന്നതോ ജീവൻ നൽകുവാനും സമൃദ്ധിയായിട്ട് നൽകുവാനും അത്രേ. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന ജീവിതത്തോട് വിളിച്ചു പറയുന്നു, എന്നെ വിളിപ്പിച്ചുള്ള നാമമുണ്ട്, എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്ന നാമമുണ്ട്. യേശുവിന്റെ നാമം മറ്റൊരുത്തരിലും വേറൊരു നാമത്തിലോ വേറൊരു കർമ്മത്തിലോ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുക ആകാശത്തിന്റെ കീഴിൽ നമ്മുടെ മനുഷ്യരുടെ നൽകപ്പെട്ട ഒറ്റ നാമമേ ഉള്ളൂ, യേശുവിന്റെ നാമം. കാരണം ആ നാമമാണ് നമുക്ക് വേണ്ടി കാൽവരിയിൽ രക്തം ചെയ്ത് നമുക്ക് വേണ്ടി യാഗമായി ചെയ്തത്. ഈ രാത്രികാലം നമ്മൾ വിളിച്ചു പറയുമ്പോൾ ആ നാമത്തിൽ വിശ്വസിച്ചാട്ടെ. ഒരു ആത്മാവിന്റെ വലിയ പ്രവൃത്തി വിശ്വസിച്ച് ദൈവത്തെ
ശക്തി പുറപ്പെട്ട് നിങ്ങളെ തൊടുവാൻ പോകുകയാണ്. യേശുവിന്റെ നാമ ദൈവത്തെ നമുക്ക് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നമുക്ക് കണ്ണുകളടക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷം തന്നെ ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ വിശ്വസിച്ച് ഞാൻ വിളിച്ചു പറയുന്നു. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കരം രോഗമുള്ള ഭാഗത്ത് വെച്ച് പ്രാർത്ഥിച്ചോണം. നാളുകളായി പ്രസംഗിച്ചതുപോലെ നാളുകളായി ചില രോഗങ്ങൾ കാരണം നിങ്ങൾ പെയിൻ അനുഭവിക്കുന്നുണ്ട്. അത് ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് സൗഖ്യമാക്കാൻ പോവുകയാണ്. അതുപോലെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ കേൾക്കുന്ന സുവിശേഷ വചനം പരക്കാതെ ചില ശക്തികൾ അതിനെ തടസ്സം ചെയ്യുന്നുണ്ട്. യേശുവിന്റെ വചനത്തിലേക്ക് വരാതെ, യേശുവിന്റെ കൽപ്പനയിലേക്ക് വരാതെ, യേശുവിന്റെ വചനത്തിന് വേണ്ടി നിൽക്കാതെ ചിലതിനെ തടസ്സം ചെയ്യുന്നതിന് ഇന്ന് രാത്രി കാലം പരിശുദ്ധ ആത്മാവ് പൊട്ടിക്കാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സർവശക്തനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൈവത്തിന്റെ ആത്മാവിനാൽ യേശുവിന്റെ സുവിശേഷം, ബന്ധനമില്ലാത്ത ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി കാലം കർത്താവേ ഞാനിവിടെ പ്രഘോഷിച്ചു. ഈ നിമിഷം തന്നെ ഇവിടെ ആയിരിക്കുന്ന ചില ജീവിതങ്ങളുടെ മേൽ പരിശുദ്ധ ആത്മാവ് തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നാളുകളായി പിശാച് അറച്ച് മുടിച്ച് നശിപ്പിച്ചിട്ട ചില കുടുംബങ്ങളുണ്ട്, ചില ജീവിതങ്ങളുണ്ട്, ലക്ഷ്യബോധമില്ലാത്തവരുണ്ട്. അവിടേക്ക് ദൈവത്തിന്റെ ശക്തി, രക്ഷിക്കപ്പെടുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി ചില കുടുംബങ്ങളിലേക്ക് പാഞ്ഞു ചെല്ലട്ടെ. Hallelujah, hallelujah. Thank you Jesus. Thank you Holy Spirit of God. പരിശുദ്ധ ആത്മാവ് വ്യാപരിക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ കുടുംബങ്ങളെ തുടർന്നു, നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ തുടർന്നു, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ തുടർന്നു. ഈ നിമിഷം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. Hallelujah. Thank you Jesus. Hallelujah. ഈ നിമിഷത്തിലെ കുടുംബങ്ങളുടെ മേൽ ദൈവപ്രവർത്തനം നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഇല്ലായിരിക്കാം. പക്ഷെ പ്രാർത്ഥിച്ചോ, യേശുവിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിക്ക് അവരെ മാറ്റാൻ ഇടയാക്കുക. ഇവിടെ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് ബന്ധനമില്ല. ചില ബന്ധനങ്ങൾ ഈ രാത്രികാലം ആത്മാവ് വഴിക്കാൻ പോകുകയാണ്. Hallelujah. Thank you Jesus. Thank you Holy Spirit of God. പരിശുദ്ധാത്മാവേ നന്ദി പറയുന്ന കർത്താവേ, കർത്താവേ നാളുകളായി കർത്താവേ ഇവിടെ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനത്തെ അത് പരക്കാതെ തടസ്സം ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ ഇന്ന് രാത്രികാലം കഞ്ഞു മാറാൻ പോകുന്നതിനായി സ്തോത്രം. വിശ്വാസമുള്ളവർ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന്റെ അകത്തുണ്ട്. അവർ ആത്മാവിൽ പ്രതികരിച്ചുകൊണ്ടിരുന്നാട്ടെ. ഈ വരുന്ന 1-2 നിമിഷങ്ങൾക്കുള്ളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഒരു വലിയ ദൈവപ്രവൃത്തി ഇവിടേക്ക് മേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു. ഈ ലോകത്തിലെ മക്കൾ അപ്പനോട് അപ്പൻ ചോദിച്ചാൽ അത് കല്ലിനെ കൊടുക്കത്തില്ല, അപ്പൻ തന്നെ കൊടുക്കും. മുട്ടയെ ചോദിച്ചാൽ അത് തേളിനെ കൊടുക്കത്തില്ല, മുട്ട തന്നെ കൊടുക്കും. വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു. ചോദിക്കുന്നവർക്ക് എത്രയധികം പരിശുദ്ധ ആത്മാവിനെ ദൈവത്തിന്റെ ആത്മാവ് നൽകും. ഇന്ന് രാത്രികാലം ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തിജീവിതങ്ങളെ പരിശുദ്ധ ആത്മാവിനെ നിറയ്ക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. പുത്തൻ നിറവിനാൽ ഈ അഭിഷേകത്തിന്റെ ശക്തി വരുമ്പോൾ ചില മുഖങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ തെഞ്ഞു മാറും. Thank you Jesus. Ram Shake Ragasiantana. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ടിരിക്കുക. ഇതിനകത്ത് ചില പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ടി ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ അല്പസമയം നിന്നുകൊണ്ടിരിക്കുന്നത്. ചില ആത്മതലങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി പ്രവൃത്തി ചെയ്യാൻ ഇടയാക്കുന്നു. Thank you Jesus. Thank you Holy Spirit. ഈ 1-2 നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തെ തൊടാൻ പോവുകയാണ്. തകർന്നു കിടക്കുന്ന പിശാച് മുടിച്ചു കിടക്കുന്ന കുടുംബങ്ങളുടെ കെട്ടുകൾ ഈ നിമിഷങ്ങൾ അരിയാൻ പോവുകയാണ്. തകർന്ന കുടുംബ ജീവിതങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന്റെ ശക്തിയാൽ പണിയപ്പെടാൻ പോവുകയാണ്. സുവിശേഷത്തിന്റെ ശക്തി ചെല്ലാതെ തടസ്സം ചെയ്തിരിക്കുന്ന ഈ പ്രദേശത്തിനുമേൽ ഒരു ആത്മാവിന്റെ ശക്തി വ്യാപരിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിച്ചോ. ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇതിന്റെ അകത്തിരിപ്പുണ്ടെന്ന് പരിശുദ്ധ ആത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു. ഈ നിമിഷം തന്നെ അഭിഷേകത്തിന്റെ സാന്നിധ്യം ഇവിടെ ഓരോരുത്തരുടെ നിങ്ങളുടെ തല മുതൽ പാദം വരെ നിങ്ങൾ ഇന്ന് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു. ഇന്ന് രാത്രി കാലം ചെല്ലുമ്പോൾ ചിലരുടെ ജീവിതം ഇതുപോലെ ആയിരിക്കത്തില്ല. ഇവിടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും തോന്നുന്നില്ല. പക്ഷേ പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ നിലവിലെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഴത്തിൽ ഇരുന്നപ്പോൾ പരിവർത്തിച്ച ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഈ പന്തലിൽ പരിവർത്തിക്കുന്നു. ഈ നിമിഷം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആത്മാവിനെ നിയോഗം തരുന്നു. എവിടെയാണോ നിങ്ങൾക്ക് വേദനയുള്ളത്, എവിടെയാണോ നിങ്ങൾക്ക് സൗഖ്യം വേണ്ടത്, അവിടെ പ്രാർത്ഥിച്ചാട്ടെ. നിയോഗം പ്രാർത്ഥിച്ചാട്ടെ. രോഗങ്ങളെ വഹിച്ചു, വേദനകളെ ചുമന്നു അടിപ്പെട്ടാൽ സൗഖ്യപ്പെടുന്ന ദൈവത്തിന്റെ വചനപ്രകാരം കർത്താവേ ഈ പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളുടെ ഒരു അത്ഭുത രോഗശാന്തി നാസറായനായ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ചില പെയിനുകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ നിമിഷം തന്നെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ.
ആത്മാവിന്റെ വലിയ പ്രവൃത്തിക്കായി സ്വതന്ത്രതാവേ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒരു ആത്മാവിന്റെ ചലനം ഇതിന്റെ അകത്ത് വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ സാന്നിധ്യം ദൈവവചനം വിളിച്ചു പറയുന്നത് ചോദിക്കുന്നവർക്ക് എത്രയധികം പരിശുദ്ധ ആത്മാവിനെ കൊടുക്കും. ചിലർ ആത്മാവിന്റെ ചലനങ്ങൾക്ക് വേണ്ടി നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ തല മുതൽ പാദം വരെ ഒരു ആത്മാവിന്റെ സാന്നിധ്യം തൊടുന്നുണ്ട്. ചുമ്മാ നിൽക്കുകയല്ല, സമയം പോകാൻ നിൽക്കുകയല്ല, ഒരു ആത്മാവിന്റെ ശക്തിയോടെ വ്യാപരിക്കുന്നുണ്ട്. ചില ജീവിതങ്ങളെ പരിശുദ്ധമായി തൊടുന്നു. ഇപ്പോൾ തന്നെ ചില നാവുകളുടെ മേൽ ആത്മാവ് തൊടുന്നു. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ചില നാവുകളെ ആത്മാവ് തൊടുന്നു. നിങ്ങളുടെ നാവിന്റെ മേൽ സ്തുതിക്കാൻ നിറയുമ്പോൾ അതിന്മേൽ നിറയ്ക്കുന്ന അഭിഷേകത്തിന്റെ സാന്നിധ്യം ഈ നിമിഷം തലമുറ പാദം വരെ അഭിഷേകം നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. നിങ്ങളുടെ ജീവിതങ്ങളെ തൊട്ടുകൊണ്ടേയിരിക്കുകയാണ്. Thank you Jesus. Thank you Holy Spirit of God. Hallelujah. പ്രാർത്ഥനയുടെ ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.